തൃണമൂലിന്റെ തന്നെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. തീരുമാനം ഞങ്ങൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ പ്രിയപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനറെ യുക്തമായ തീരുമാനമെടുക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തി. നാളത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ കൂടി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് UDF നേതൃത്വം പലവട്ടം ബഹുമാനായ രമേശ് ചെന്നിത്തല അടക്കം KPC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് UDFിൻ്റെ ഘടകകക്ഷിയാക്കാമെന്നാണ്. ആ ഘടകകക്ഷിയാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ ആ നിമിഷം മുതൽ PV അൻവറും ഞങ്ങളും എല്ലാം ചേർന്ന് ഇവിടെ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും, അദ്ദേഹത്തെ വിജയിപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും. അദ്ദേഹത്തെ അറിയിച്ചിട്ട് അദ്ദേഹം ആ തീരുമാനമാണ്. സഹകരണം പ്രഖ്യാപിച്ചാൽ ഉടനെ ഞങ്ങൾ ആ ഒപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ UDFിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ച ഉണ്ടാവാനുള്ള സമ്മർദ്ദം എന്നുള്ളതിനപ്പുറത്ത് അൻവറിന്റെ ഈ മത്സര പ്രഖ്യാപനത്തെ കാണേണ്ടതില്ല എന്ന് തോന്നുന്നു. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ അൻവറിനെ സഹകരിപ്പിക്കണം എന്നുള്ള നിലപാടാണ്. K. സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾക്ക് അൻവറിനെ സഹകരിപ്പിക്കണം എന്നുള്ള നിലപാടാണ്. അപ്പോൾ മത്സര പ്രഖ്യാപനം എന്ന സമ്മർദ്ദത്തിലൂടെ VD സതീശൻ എടുത്തിരിക്കുന്ന കടുത്ത നിലപാടിനെ മയപ്പെടുത്താൻ കഴിയും. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും സമ്മർദ്ദത്തിന്റെ ഫലമായി ഒരുപക്ഷെ UDFിൽ ഒരു സീറ്റ് കിട്ടിയേക്കാം. ബസിന്റെ ചവിട്ടുപടിയിൽ നിന്ന് പോകേണ്ട ബസ്സിനകത്തൊരു സീറ്റ് എന്ന PV അൻവറിന്റെ സ്വപ്നം സഫലീകരിക്കപ്പെട്ടേക്കാം. അതിനുള്ള ഫൈനൽ പുഷ് TMC യോഗത്തിൽ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. PV അൻവർ മത്സരിക്കാൻ. ആ മത്സരം പക്ഷെ സാധ്യമാവുക, ആ മത്സരം നടക്കുക എന്നുള്ളത് നാളെയും മറ്റന്നാളും UDF ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ഖണ്ഡിതമായ നിലപാടെടുത്താൽ മാത്രമായിരിക്കും ആ മത്സരം നടക്കുക. അതല്ലെങ്കിൽ ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറായാൽ, ഒരു UDF മെമ്പർഷിപ്പ് ഉറപ്പ് കൊടുത്താൽ സ്വാഭാവികമായും ഈ സമ്മർദ്ദത്തിൽ നിന്ന് അൻവറും കൂട്ടരും പിന്മാറുകയും ചെയ്യുമെന്ന് നമുക്കിപ്പോൾ സജി മഞ്ഞക്കടമ്പന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. അൻവറിന്റെ പ്രഷർ ടാക്ടിക്സ് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ വരുന്ന മണിക്കൂറുകളിൽ കാണാനുള്ളത്. കോൺഗ്രസിന്റെ പ്രതികരണം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. VD സതീശൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടഫ് ആയിട്ടുള്ള നിലപാടിൽ അദ്ദേഹം തുടരുമോ? VD സതീശനും കൂട്ടരും എടുത്തിരിക്കുന്ന ഖണ്ഡിതമായ നിലപാട് അതേപടി നിൽക്കുമോ? അതോ ലീഗിന്റെയും കോൺഗ്രസിലെ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളുടെയും സമ്മർദ്ദത്തിന് VD സതീശൻ വഴങ്ങുമോ? ഇതാണ് ഈ നമ്മൾ അടുത്ത 2 ദിവസമായി കാണാനിരിക്കുന്നത്.